ഈ ജനറേഷനിലെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. എൻ്റെ ചുറ്റും ആളുകളുണ്ട്, മെസ്സേജ് അയക്കാൻ ആളുണ്ട്, വിളിക്കാൻ ആളുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ചില ഹൃദയങ്ങൾ ശബ്ദമില്ലാതെ തകരുന്നുണ്ട്. എന്നെ ആരും ശരിക്കും മനസ്സിലാക്കുന്നില്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ലോൺലി ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കരയുന്ന ആളുകൾ വളരെ കൂടുതലാണ്. പക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. മനുഷ്യർ മാറാം, സ്നേഹങ്ങൾ അകലാം, പ്രതീക്ഷവർ കൈവിടാം. പക്ഷെ ഒരിക്കലും മാറിപ്പോകാത്തൊരു സ്നേഹമുണ്ട്, അത് കർത്താവിന്റെ സ്നേഹമാണ്. നീ ആരോടും പറയാതെ കരഞ്ഞ രാത്രികൾ പോലും അപ്പൻ കണ്ടിട്ടുണ്ട്. നിന്റെ പുറമേ ഉള്ള ചിരിയുടെ പിന്നിലെ വേദന പോലും അപ്പൻ അറിയുന്നുണ്ട്. എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞത് പോലും അപ്പൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അപ്പൻ സൈലൻസിൽ വർക്ക് ചെയ്യും, മറുപടി തരാതിരിക്കും. അതിന്റെ അർത്ഥം ദൈവം ആബ്സെന്റ് ആണെന്നല്ല, നീ കാണാത്തിടത്തും ദൈവം നിനക്കായി വഴികൾ ഒരുക്കുകയാണ്. ഈ ഒറ്റപ്പെടൽ നിന്റെ അവസാന ചാപ്റ്റർ അല്ല, ഈ പെയിൻ നിന്റെ പെർമനന്റും അല്ല. ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും, എന്നെ താങ്ങിയത് എന്റെ സ്ട്രെങ്ത് അല്ല, എന്റെ അപ്പന്റെ കരമായിരുന്നു. ഇന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുവാണോ? എന്നാൽ ഈ വചനം നിങ്ങൾക്കുള്ളയാണ്. ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതുകൊണ്ട് ഒന്ന് ഓർക്കുക, നീ ഫോർഗോട്ടൻ അല്ല, നീ അൺവാണ്ടഡ് അല്ല, നീ എലോൺ അല്ല. കർത്താവ് നിന്റെ കൂടെയുണ്ട്.